വെൽക്കം ടു ദേവാട്ട കീസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് കിറ്റിൽ റാഗി പൗഡർ എന്നാണ് പൗഡർ കിട്ടി. അത് വേറെ ഒന്നല്ല, ഒരു നല്ല പ്രോട്ടീൻ പൗഡറാണ്. ഇത് വെച്ച് നമുക്ക് കുറുക്കും പലതരം ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏവർക്കും ഇഷ്ടപ്പെട്ട കേക്കാണ്, റാഗി കേക്ക്. വളരെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇനി നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കുറച്ച് വെറൈറ്റി ആണെന്ന്. അപ്പോൾ നമുക്ക് ഇനി കേക്ക് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. ഓക്കെ, കമോൺ. നമുക്ക് ആദ്യം വേണ്ടത് റാഗി പൗഡറാണ്. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി, പിന്നെ 2 മുട്ട, പിന്നെ ബേക്കിംഗ് സോഡ. ഇത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ എടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് നമ്മൾ 1/2 ടീസ്പൂൺ എടുക്കുകയാണ്. പിന്നെ കൊക്കോ പൗഡർ, ഇത് നമ്മൾ 2 സ്പൂണാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ 3 ശർക്കര ഉരുക്കിയ പാനിയാണ് കേട്ടോ. പിന്നെ ഇത് ഓയില്, ഇത് പാൽ. അത് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ശർക്കര പാനി ഉള്ളപ്പോൾ പാൽ ഒഴിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് ബാറ്റർ കുറച്ചുകൂടി ലൂസായി കറക്റ്റ് ഒരു കേക്കിൻ്റെ ഇത് വരണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി ഒരു ബാറ്റർ ആക്കിയിട്ട് വരാം. ഓക്കെ, കമോൺ. ആദ്യം തന്നെ നമുക്ക് ഈ 2 മുട്ട മിക്സിയിലടിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ടുപോയ ആ മുട്ടയൊക്കെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അടിച്ചെടുത്തപ്പോൾ 1 സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ശർക്കര പാനി 1/4 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഇത് ഞാനൊരു 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നമ്മളിത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ പൗഡേഴ്സൊക്കെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു അരിപ്പ് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് റാഗി പൗഡർ ഞാൻ 200 ഗ്രാം ആണ് എടുത്തേക്കണത്. നമുക്ക് ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി. ഇത് ഞാൻ 100 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഇതോടെ ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും. ഇത് എന്താ പറയുക, 3 ഇൻഗ്രീഡിയൻസും ഞാൻ ഒരു ഇതിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് ബേക്കിംഗ് സോഡ വേണ്ടത് 1/4, പിന്നെ ബേക്കിംഗ് പൗഡർ വേണ്ടത് 1/2. ഓക്കെ, അപ്പം ഉപ്പ് അധികം വേണ്ട കേട്ടോ, ഉപ്പ് ഇച്ചിരി മതി. അത് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. അത് 2 ടേബിൾ ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതാ നമ്മൾ എല്ലാം നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ, പിന്നെ ശരിയായിക്കോളും. അപ്പോൾ പാല് നമുക്ക് വേണമെങ്കിൽ ഒഴിക്കേണ്ടി വരുള്ളൂ കേട്ടോ. അത് നമ്മുടെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയുടെ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ പാലെടുത്തേക്കണത്. ഇതാ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ, അത്യാവശ്യം ലൂസാണ്. അപ്പോൾ പാലിൻ്റെ ആവശ്യം ലൂസാണെങ്കിൽ അധികം ലൂസല്ല, അത്യാവശ്യം ഒരു ടൈറ്റ് ആണെങ്കിൽ മാത്രമേ പാല് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതാ നമ്മുടെ പാത്രത്തിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ബാറ്ററിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കേക്ക് വെക്കാൻ പോകുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഇത് നമ്മൾ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതാ നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെരി ഗുഡ്. ഇതൊക്കെയാണ് ചെയ്യണം.
ഉണ്ടല്ലോ രക്ഷിതാക്കളുടെ സഹായം സ്വീകരിക്കുക. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ കൈ ഇപ്പോൾ നല്ലോണം പൊള്ളി. അപ്പോൾ ഇതായി നമുക്ക് അടച്ചു വെക്കാം. പിന്നെ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ വെക്കണം, അല്ലെങ്കിൽ കേക്ക് പിന്നെ ആവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മൂടി വെക്കാം. ഇത് നമുക്ക് 30 മിനിറ്റാണ് നമ്മളിത് വെക്കേണ്ടത്. 30 അല്ലെങ്കിൽ 35, നമുക്ക് ഇപ്പോൾ നോക്കാം. ഓക്കെ, കമോ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. പിടിക്കുന്നില്ല കേട്ടോ. പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു 5 മിനിറ്റ്സും കൂടി വെക്കണം. പിടിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിളപ്പിച്ചിട്ട് കഴിക്കാം. ഓക്കെ, ഇതാ നമ്മുടെ റാഗി കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഞാൻ റാഗി പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, റാഗി വെച്ചിങ്ങനെ ഒത്തിരി സാധനം ഉണ്ടാക്കാം. എനിക്ക് ഇഷ്ടമുണ്ട് റാഗി പുട്ട്, ലഡു, പിന്നെ ഹൽവ, അങ്ങനെ സാധനം ഉണ്ടാക്കാം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഈ കേക്കാണ്. സോ നമുക്കിനി ഇത് മുറിക്കാം. നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ മധുരം അപ്പോൾ റാഗി വെച്ചിങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ വയ്ക്കും ഇത് സാധാരണ പൊടിയല്ല, അവിടെ ഇപ്പോൾ എന്താ കുറുക്കൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇതുപോലെ കേക്കും പുട്ടങ്ങനെ പല പല ഐറ്റംസ് നമുക്കിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റാഗി നല്ലൊരു പ്രോട്ടീൻ പൗഡർ കൂടിയാണ്. നമുക്കിപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ഇപ്പോൾ മിക്കവർക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ഇതുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. ഓക്കെ, നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു റാഗി കേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തൊരു നല്ല ബെല്ലൈക്കൺ കാണും, അതൊന്ന് പിടിച്ച് അതിൽ ഓൾ ഒന്ന് ഞെക്കണം. ഓക്കെ, എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി തിങ്സ് ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.